ശ്രീ ചാക്കുണ്ണി ചേരുന്നുണ്ട് കോഴിക്കോട് സ്റ്റുഡിയോയിൽ നിന്നും. വളരെ നേരം ഞങ്ങളോടൊപ്പം തുടർന്നതിന് ആദ്യം തന്നെ നന്ദി അറിയിക്കുന്നു. ശ്രീ ചാക്കുണ്ണി, ഒരുപക്ഷെ ഈ ഒരു ബജറ്റ് നമ്മൾ രണ്ട് രീതിയിൽ നിരീക്ഷിക്കേണ്ടതുണ്ട്. ഒന്ന്, സ്വാഭാവികമായും എല്ലാ ബജറ്റുകളും സാമ്പത്തികമായി പരിശോധിക്കേണ്ടതാണ്. പക്ഷെ അതിനും അപ്പുറത്തേക്ക് നമ്മൾ നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയുണ്ട്. അതിന്റെ സാമ്പത്തിക വശങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഒരു ജനകീയ ബജറ്റ് എന്ന രീതിയിൽ അല്ലെങ്കിൽ ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഒരുപക്ഷെ ഇതിൽ ഏതായിരിക്കും താങ്കൾ മുൻതൂക്കം നൽകുക? എങ്ങനെയാണ് ഈ ബജറ്റിനെ താങ്കൾ വിലയിരുത്താൻ ഉദ്ദേശിക്കുന്നത്? ശ്രീ ചാക്കുണ്ണി. ഈ ബഡ്ജറ്റ് ഒരു പ്രത്യേക ബഡ്ജറ്റാണ് മുൻകാലങ്ങളിൽ വെച്ചിട്ട്. മുൻകാലങ്ങളിൽ ബഡ്ജറ്റ് എല്ലാം നിരീക്ഷിച്ച ഒരു എളിയ വ്യക്തി എന്ന നിലയ്ക്ക് ഈ ബഡ്ജറ്റ് വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ മറ്റ് ചാനലിൽ അറിയിച്ചിരുന്നുണ്ട്. പ്രതീക്ഷ ഉണ്ടായിരുന്നു, അതിനൊപ്പം തന്നെ ആശങ്കയുണ്ടായിരുന്നു. നവംബർ 8 നോട്ട് പ്രസിദ്ധി വന്നപ്പോൾ നമ്മൾ എങ്ങനെ ഇതിന് ഫണ്ട് കണ്ടെത്തുന്ന ഒരു വിഷമമുണ്ടായിരുന്നു. പ്രതീക്ഷ വരാൻ കാരണം വളരെ വിദഗ്ധനായിട്ട് 8ാമത്തെ ബഡ്ജറ്റാണ് ബഹുമാനപ്പെട്ട ഡോക്ടർ തോമസ് ഐസക് അവതരിപ്പിക്കുന്നത്. പക്ഷേ എല്ലാ കാര്യം ഇന്ന് കേരളം നേരിടുന്ന എല്ലാ പ്രതിസന്ധികൾക്കും വളരെയധികം ഹോംവർക്ക് ചെയ്ത ബഡ്ജറ്റായി എനിക്ക് തോന്നി. നമ്മൾ വരാൻ പോകുന്നത് ഒന്ന്, നിത്യോപസാധനങ്ങളുടെ വില, അതിന് 900 കോടി റേഷൻ ഷാപ്പിലേക്ക് അനുവദിച്ചിട്ടുണ്ട്. രണ്ടാമത്തേത് വരൾച്ച മുന്നിൽ കണ്ട് കാർഷിക മേഖലയ്ക്ക് ജലസംഭരണത്തിനെല്ലാം വളരെ ദീർഘവീക്ഷണ പദ്ധതി ആവശ്യമുണ്ട്. മൂന്നാമത് നമുക്ക് വരാൻ പോകുന്നത് വൈദ്യുതി മേഖലയിലെ പ്രതിസന്ധിയാണ് വരുന്നത്. അതിന് 220 കോടി കാസർഗോഡ് സോളാർ പദ്ധതികൾ വന്നിട്ടുണ്ട്. കാറ്റാടി യന്ത്രങ്ങളുടെ പദ്ധതികളെല്ലാം വന്നിട്ടുണ്ട്. ഇവിടെയുള്ള ഒരു ആശങ്ക നമുക്ക് എങ്ങനെയാണ് ഇതിന് ഫണ്ട് സ്വരൂപിക്കുക എന്നുള്ള കിഫ്ബി പറഞ്ഞ് ഞാൻ സ്വാഗതം ചെയ്യുന്നു. പക്ഷെ ഇന്ന് കാലത്ത് നികുതി വർദ്ധിപ്പിക്കൽ മാത്രമല്ല ഒരു വരുമാനം, സാമ്പത്തിക അച്ചടക്കം പാലിക്കലാണ്. ഇവിടെ നമുക്ക് ഇന്നുണ്ടായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നികുതി വർദ്ധിപ്പിച്ചിട്ടില്ല എന്ന് അതിനെ പറ്റിയിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അത് വലിയൊരു കാര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. അതിൻ്റെ കാരണം GST വരാൻ പോവാ. GST വരാൻ പോകുമ്പോൾ ഇപ്പോൾ തന്നെ കേരളത്തിൽ ഈ LDF വരുന്നതിന് മുമ്പ് തന്നെ ഏറ്റവും വലിയ ഉയർന്ന നികുതി നിരക്കാണ് കേരളത്തിൽ ഈടാക്കിയിരുന്നത്. ആ ഈടാക്കിയിരുന്ന നിരക്ക് തന്നെയാണ് നമുക്ക് നികുതി ചോർച്ചയ്ക്ക് കാരണം. ഇപ്പം ഈ സമയത്ത് ചർച്ച ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇന്ന് എന്നെ വളരെയധികം ആകർഷിച്ചൊരു കാര്യം ചെലവ് ചുരുക്കൽ ഒരു പ്രധാന കാര്യമാണ്. നികുതി വർദ്ധിപ്പിക്കൽ മാത്രമല്ല, ചെലവ് ചുരുക്കുക, പ്രത്യേകിച്ച് സർക്കാർ ദൂർത്ത് അവസാനിപ്പിക്കണം. വാർത്ത ശരിയാണോന്ന് അറിയില്ല. ഞാൻ ഈ സ്റ്റുഡിയോയിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് ലഭിച്ച വാർത്ത, അതായത് നമ്മൾ ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ എന്നൊരു മാമാങ്കം നടത്തിയിരുന്നു ദൂർത്ത്. അത് തുടങ്ങിയ കാലം മുതൽക്ക് ഇന്ന് വരെ എതിർത്തൊരു വ്യക്തിയാണ് ഞാൻ. അത് പിൻവലിക്കുമെന്ന് നിർത്തലാക്കുമെന്ന് ബഹുമാനപ്പെട്ട ടൂറിസം മന്ത്രി ശ്രീ AC മൊയ്തീൻ്റെ പ്രസ്താവന എന്നെ വളരെയധികം സ്വാഗതം ചെയ്തു. എന്ത് നേട്ടങ്ങൾ കൊട്ടിഘോഷിച്ചാലും അത് കോട്ടല്ലാതെ കേരളത്തിലെ വ്യാപാര മേഖലയ്ക്ക് ഉണ്ടായില്ല, സർക്കാരിനും ഉണ്ടായിട്ടില്ല. ഒരു നമ്മൾ ദുബായിലെ ഷോപ്പിംഗ് ഫെസ്റ്റിവലിന് മാതൃകയായിട്ടാണ് നമ്മളിവിടെ നടപ്പാക്കിയത്. അത് നമുക്ക് വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ല. മാത്രമല്ല 25 കോടി മുതൽക്ക് 54 കോടി വരെ ഓരോ വർഷവും നമ്മുടെ ഖജാനാവിന് ആ ദൂരത്തിന് വേണ്ടി കൊടുക്കുകയായിരുന്നു. അത് വിജയിക്കാത്തതിൻ്റെ പല കാരണങ്ങളുണ്ട്, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇനി വിഭവസമാനത്തിൻ്റെ കാര്യത്തിൽ കിഫ്ബി കൂടാതെ തന്നെ ധാരാളം പരിപാടികളുണ്ട്. GST വരാൻ പോവുകയാണ്. 10,000-ലധികം കോടി വാറ്റിൽ തന്നെ ഇവിടെ കുടിശ്ശികയുണ്ട്. അത് പിരിച്ചെടുക്കണം. ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരള സർക്കാരും ധനമന്ത്രിയൊക്കെ പോകുന്ന നമ്മുടെ ഉദ്യോഗസ്ഥരും മുന്നോട്ട് പോകണം. ഈ നികുതി പിരിച്ചെടുക്കാൻ കഴിയണം. എന്തുകൊണ്ട് പിരിച്ചെടുക്കാൻ കഴിയുന്നില്ല? സാധാരണക്കാരൻ നികുതി പിരിച്ചെടുക്കാൻ കാണിക്കുന്ന വ്യഗ്രത, കുത്തകളുടെ നികുതി പിരിച്ചെടുക്കാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെയാണ് വൈദ്യുതി മേഖലയിൽ കുടിശ്ശികയുണ്ട്, എല്ലാ മേഖലയിലും കുടിശ്ശികയുണ്ട്. ഇവിടെ ടൂറിസത്തിന് ഒരുപാട് നല്ല പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ പദ്ധതികൾ മാത്രം പോരാ. ഞാൻ പറയുന്നത്, ഞാനൊരു മദ്യപാനിയല്ല, മദ്യം യോജിക്കുന്ന വ്യക്തിയല്ല. പക്ഷേ ഇവിടെ ടൂറിസ്റ്റുകൾ വരണമെങ്കിൽ, വിദേശ ടൂറിസ്റ്റുകൾ ലഭിക്കണമെങ്കിൽ നമ്മൾ കഴിഞ്ഞ UDF സർക്കാരിൻ്റെ ഭാഗത്ത് പിന്നീട് ഉണ്ടായതാണ് ഈ മദ്യവിവാദം, ആ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ. ആ സ്റ്റേറ്റസ് കോ നിലനിർത്തണം. മദ്യത്തിന് പ്രോത്സാഹിപ്പിക്കണം ഞാൻ പറയുന്നില്ല. ഇവിടെ മദ്യത്തിൻ്റെ ഉപയോഗം കുറഞ്ഞിട്ടില്ല, ആരവകാശപ്പെട്ടാലും. നമ്മൾ മദ്യം ഇവിടെ നിരോധിച്ചുകൊണ്ടായ ഗുണം മാഹിക്ക്, പോണ്ടിച്ചേരി സ്റ്റേറ്റിനും തമിഴ്നാടിനും ഉണ്ടായേ. അവിടെ കഞ്ചിക്കോട് കഴിഞ്ഞാൽ ധാരാളം മദ്യഷാപ്പുകൾ തുടങ്ങിയിട്ടുണ്ട്. അവിടെ പോകുന്ന കൺസ്യൂം ചെയ്യുന്നതൊക്കെ നമ്മുടെ മലയാളികളാണ്. നമുക്ക് കിട്ടുന്നില്ല നമ്മുടെ വരുമാനം അന്യ സംസ്ഥാനത്തേക്കാണ് പോകുന്നത്. ഇപ്പോൾ ശ്രീലങ്കയിൽ കഴിഞ്ഞ ദിവസം 60 പേരും കൂടി ഞാൻ പോയിരുന്നു. അവിടെ പോയപ്പോൾ പല ടൂറിസ്റ്റുകളോട് സംസാരിച്ചപ്പോൾ
അവർ ഇന്ത്യയിലേക്ക് വരാൻ തയ്യാറില്ല. പല കാരണങ്ങളിൽ ഒരു കാര്യം മദ്യത്തിന് ലഭ്യതയില്ലാത്തതാണ്. ഞാനതിനെ പ്രോത്സാഹിപ്പിക്കുന്ന പറയില്ല. അതുപോലെ തന്നെ ഗതാഗതത്തിൻ്റെ കുരുക്ക്. പിന്നെ ഈ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും യോജിച്ചുകൊണ്ടും അതുപോലെ കേന്ദ്ര സർക്കാരിന് നമ്മുടെ അവകാശമാണ്, അർഹതയാണ്. ആ നയത്തെ ഞാൻ അംഗീകരിക്കുക. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നയത്തെ ഞാൻ വളരെ അനുമോദിക്കുക. കേരളമായി സഹകരിച്ചുകൊണ്ട് നമുക്ക് ലഭിക്കേണ്ട വിഹിതം നമ്മൾ നേടിയേ പറ്റൂ, പരസ്പരം പഴി തരാതെ. അങ്ങനെയായി കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട ധനമന്ത്രി വിഭാവനം ചെയ്ത ഈ കാര്യങ്ങളൊക്കെ വ്യാപാരികളുടെയും ഇവിടുത്തെ പൊതുജനങ്ങളുടെയും എല്ലാവരുടെയും സഹകരണം നടപ്പാക്കാൻ കഴിയും. ഇവിടെ ഒരു കാര്യം ഞാൻ പ്രതിപക്ഷത്തെ അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുക. അവസാനം ഉണ്ടായ ഒരു അലങ്കോലം പറ്റി ഞാൻ അറിഞ്ഞില്ല, മാധ്യമങ്ങൾ പുറത്തറിഞ്ഞെന്നുള്ളത്. നല്ല അച്ചടക്കത്തോട് കൂടിയിട്ട് വളരെ മാതൃകാപരമായിട്ട് ഇന്ന് ഈ ബഡ്ജറ്റ് അവതരണത്തെ അവർ ശ്രദ്ധിച്ചു എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വളരെയധികം ഗുണപരമായ കാര്യം. ആ ഐക്യത്തോടു കൂടി നാടിൻ്റെ വികസനത്തിന് നമ്മൾ തമിഴ്നാടിനും കർണാടകത്തിനും മാതൃകയാക്കിയിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഇത് നമ്മൾ സ്വപ്നങ്ങളല്ല, നമുക്കിത് സാക്ഷാത്കരിക്കാൻ കഴിയും. ഞാൻ തിരികെ എത്താം. ശ്രീ ചാക്കുണ്ണി, ഞാൻ തിരികെ എത്താം. ഇവിടെ ശ്രീ ഗിരീഷ് കുമാർ, ഒരു താങ്കൾ സംസാരിച്ച് വന്നത് കിഫ്ബിയെ കുറിച്ചായിരുന്നു. ഒരു സുപ്രധാനമായ കാര്യമുണ്ട്. ഇപ്പോൾ നേരത്തെ സംസാരിച്ച ശ്രീ ഷൈജുമോൻ ആയാലും പറഞ്ഞ അധിക വിഭവ സമാഹരണത്തിന്റെ ഒരു അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ ഇക്കാര്യങ്ങൾ കണ്ടെത്തുമെന്നതിനെ കുറിച്ചൊന്നും വലിയൊരു ഡെപ്തിലേക്കൊന്നും ബജറ്റ് പോയിട്ടില്ല എന്ന്. ഒരു പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ബജറ്റ് അല്ലെങ്കിൽ ഇപ്പോൾ ഈവൻ കേന്ദ്ര ബജറ്റിനെ പോലും ഒക്കെ ഒരു താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ കാലഹരണപ്പെട്ട നമ്മളുടെ സാമ്പത്തിക പ്രത്യേകിച്ച് ബജറ്റുകളിൽ ഉണ്ടാകാവുന്ന ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾക്ക് അപ്പുറത്ത് നിന്ന് കിഫ്ബിയൊക്കെ ഉപയോഗപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരു തയ്യാറെടുപ്പല്ലേ അത്? ആ വിധത്തിലല്ലേ അതിനെ കാണേണ്ടത്? അതിന്റെ ഭാവി എന്താകും? പ്രത്യേകിച്ച് ഇപ്പോൾ ധനമന്ത്രി നൽകുന്നത് ഒരു വലിയ പ്രതീക്ഷയാണ്. അതിന്റെ ഭാവി എന്താകും? ഞാനിതിനെ കാണുന്നത് 3 തരത്തിലാണ്. അധിക വിഭവ സമാഹരണത്തിനുള്ള ഈ ബഡ്ജറ്റിന്റെ ധനകാര്യമന്ത്രിയുടെ ശ്രമങ്ങൾ, ഒന്ന് കഴിഞ്ഞ ബഡ്ജറ്റ് തന്നെ തുടങ്ങിയ കിഫ്ബി രൂപീകരണവും അതിലൂടെയുള്ള വിഭവ സമാഹരണവും. ഉദാഹരണത്തിന് 7% പലിശയ്ക്കൊക്കെ ഫണ്ട് കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റു പ്രധാനം കേരളത്തെ സംബന്ധിച്ച് സാധാരണ പറയുന്ന NRI നിക്ഷേപം ബാങ്കുകളിൽ ധാരാളം കുമിഞ്ഞുകൂടുന്നുണ്ട്. അത് സർക്കാരിൻ്റെ വികസന പരിപാടികൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്നില്ല. വളരെ സമൃദ്ധമായ ഇടപെടൽ നടത്തി RBIയുടെ പെർമിഷനും വാങ്ങിച്ചിട്ടാണ് അദ്ദേഹം ഇപ്പോൾ NRI ചിട്ടി എന്നൊരു വലിയ പരിപാടി തുടങ്ങുന്നത്. കേരളത്തിലെ ആളുകൾക്ക് ചിട്ടിയോടുള്ള താല്പര്യം ഞങ്ങൾ വളരെ നോക്കിയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ പ്രൈവറ്റ് കമ്പനികളടക്കം ധാരാളം ചിട്ടി കമ്പനികൾ കേരളത്തിൽ ധാരാളമുണ്ട്. പക്ഷെ KSFE കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ ധനകാര്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ KSFE കേരളത്തിലെ ശക്തമായ ഒരു പൊതുമേഖലാ സ്ഥാപനമായി അദ്ദേഹം വളർത്തിയെടുത്തുകൊണ്ട് വന്നു. രണ്ടാമത് അപ്പോൾ KSFEയിലൂടെ ഈ പ്രവാസികളുടെ നിക്ഷേപത്തെ ചിട്ടി രൂപേണ കേരളത്തിൻ്റെ വികസനത്തിന് ഉപയോഗിക്കുവാനുള്ള വളരെ സമർത്ഥമായ ഒരു ശ്രമം ഈ ബഡ്ജറ്റിലൂടെ കൊണ്ടുവന്നതിന് അദ്ദേഹത്തെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഒരു ബാങ്കിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനായി വിരമിച്ച ഒരാളെന്ന രീതിയിൽ. മറ്റൊന്നൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ മാർഗത്തിലൂടെ ഒരു ഫിനാൻസ് കൊണ്ടുവന്നു എന്നുള്ള ഒരു വലിയ സഹകരണ മേഖലയാണ്. സഹകരണ ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം കേരള സഹകരണ ബാങ്ക് ഉണ്ടാക്കുവാനുള്ള ശ്രമങ്ങൾ, അതിനുള്ള കമ്മിറ്റി ഏകദേശം റിപ്പോർട്ട് വരികയാണ്. അപ്പോൾ അതിലൂടെ സഹകരണ മേഖലയിലൂടെയും സർക്കാരിന് വിഭവ സമാഹരണം നടത്തുവാനുള്ള പുതിയ മാർഗങ്ങൾ വരികയാണ്. അപ്പോൾ കിഫ്ബി ഇതുപോലുള്ള KSFE ശക്തിപ്പെടുത്തൽ, അതോടൊപ്പം തന്നെ സഹകരണ മേഖലയെ ഉപയോഗിക്കുക. അതോടൊപ്പം പൊതുമേഖലാ ബാങ്കുകളെ സംബന്ധിച്ച് നിങ്ങൾ പറയുന്നുണ്ടാവുന്നുണ്ട്, ഇപ്പോൾ ലോൺ പോകുന്നില്ല. ഏറ്റവും വലിയ പ്രശ്നം നേരത്തെ അദ്ദേഹത്തിൻ്റെ ആമുഖത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചാണ്. പൊതുമേഖലാ ബാങ്കുകളും കേരളത്തിലെ ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ക്രെഡിറ്റ് ക്രഞ്ച് ഉണ്ടായിട്ടുണ്ട്. ഈ പറഞ്ഞാൽ NPA കൂടുന്നതിന് മറ്റൊരു കാര്യം വായ്പ വർദ്ധിപ്പിക്കാത്തതുമാണ്. അപ്പോൾ വായ്പ വർദ്ധിപ്പിക്കാനുള്ള മേഖലകൾ കൺസോർഷ്യം പോലുള്ള ബാങ്കുകളെ സംബന്ധിച്ച് ശക്തമായി ധനകാര്യമന്ത്രിക്ക് ഇടപെടാവുന്നതാണ്. സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റി ലെവലിൽ കേരളത്തിൻ്റെ വികസനത്തിന്, പൊതുമേഖലയുടെ വികസനത്തിന്, ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിന് കേരളത്തിലെ ബാങ്കുകൾ ഒരുപാട് സംഭാവനകൾ പലതും ചെയ്തിട്ടുണ്ട്. ഈവൻ വിഴിഞ്ഞം പദ്ധതി അടക്കമുള്ളതിൽ ബാങ്കുകളുടെ കോൺട്രിബ്യൂഷനുണ്ട്, മെട്രോയിലുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കൺസോർഷ്യം ഫിനാൻസ് ഉണ്ടാക്കിയെടുത്തിട്ട് അത് ബാങ്കുകളുടെ ദീർഘകാല വായ്പകൾ തരപ്പെടുത്തിയെടുക്കുവാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു പ്രധാന കാര്യം പറയാനുള്ളത്, കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള കുറേ വായ്പാ ബന്ധിതമായ സബ്സിഡി ബന്ധിതമായിട്ടുള്ള കുറേ പരിപാടികളുണ്ട്. സബ്സിഡി കുറവാണ്, ഇൻട്രസ്റ്റ് സബ്സിഡി ആക്കിയിട്ടുണ്ടെങ്കിൽ പോലും നൈപുണി വികസനവും സ്റ്റാർട്ടപ്പ് പോലുള്ള സ്റ്റാൻഡപ്പ് പോലുള്ള അതുപോലെ ഈ മുദ്ര പോലുള്ള ഒരുപാട് സ്കീമുകളുണ്ട്. അപ്പോൾ അതൊക്കെ വരുമ്പോൾ നമ്മുടെ ഇവിടെ ഒരു പ്രധാന പ്രശ്നം, നമുക്ക് ലോൺ കൊടുക്കാൻ കഴിയാത്തൊരു പ്രധാന പ്രശ്നം വ്യക്തിഗതമായി സ്വയം തൊഴിൽ. ഈ പറഞ്ഞ സർക്കാർ മേഖലയിലല്ല തൊഴിൽ കൂടുതൽ ഉണ്ടാകേണ്ടത്, സ്വയം തൊഴിൽ മേഖലയിലാണ് ഉണ്ടാകേണ്ടതെന്നാണ്. ബാങ്കുകൾക്ക് എന്താണ് വലിയ പ്രധാന പ്രശ്നം? തിരിച്ചടവ് കൾച്ചറാണ്, തിരിച്ചടവിൻ്റെ ഒരു സംസ്കാരം.
2-3 കാര്യങ്ങൾ നമുക്ക് കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ വിദ്യാഭ്യാസ വായ്പയെ സംബന്ധിച്ച് അദ്ദേഹം ഒറ്റത്തവണ തീർപ്പാക്കലിനുള്ള പരിപാടി SLBC-യുമായിട്ട് ചേർന്ന് കഴിഞ്ഞ ബഡ്ജറ്റിലും അദ്ദേഹം 100 കോടി രൂപ മാറ്റിവെക്കുന്നു എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഫലപ്രദമായി നടപ്പിലാക്കുന്നതിനുള്ള പരസ്പര ചർച്ചയിലൂടെ പാക്കേജ് പ്രഖ്യാപിക്കുന്നു. പിന്നെ സ്ഥിരമായി വായ്പ എഴുതി തള്ളുക എന്നുള്ളതിനും അതിന് സംഘടന ഉണ്ടായിക്കൊണ്ട് നടക്കുക എന്നുള്ളതിനോട് നമുക്ക് യോജിപ്പൊന്നുമുള്ള കാര്യമില്ല. അപ്പോൾ എങ്ങനെയാണ് വായ്പ എടുത്തവൻ തിരിച്ചടയ്ക്കണം, ശേഷിയുള്ളവൻ മാത്രം വായ്പ എടുക്കുക. പക്ഷേ അതേസമയം നൈപുണ്യ വികസനം ഉണ്ടാക്കി കൂടുതൽ പേരെ സ്വയം തൊഴിൽ മേഖലയിൽ കൊണ്ടുപോകാൻ വേണ്ടി എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് വേണ്ടി ഗവൺമെൻറ് വൻതോതിൽ മുന്നോട്ട് വിടുകയാണ്. അതിന് CSR ഫണ്ടുകളുടെ ഉപയോഗിക്കുന്ന പല സ്ഥാപനങ്ങളുണ്ട്. DDU പോലെ ദീനദയാൽ ഉപാധ്യായ കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയുണ്ട്. ജില്ലാ വ്യവസായ കേന്ദ്രങ്ങളെയും അതുപോലെ KSFC പോലുള്ള സ്ഥാപനങ്ങളെയും ഒക്കെ ഇക്കാര്യത്തിൽ വളരെയധികം ആശ്രയിക്കാവുന്നതാണ്. അതിനുള്ള വലിയൊരു ശ്രമം കൂടി ഗവൺമെൻറ് ഭാഗത്തുണ്ടാകണം. പിന്നെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് 3 മാസത്തിലൊരിക്കൽ ഈ ബഡ്ജറ്റിൻ്റെ പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കുന്നതിനെ സംബന്ധിച്ചുള്ള ശാസ്ത്രീയമായ ഒരു അവലോകനം ആവശ്യമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചില കിഫ്ബിയിലെ ഉപദേശക സമിതിയിലെ വിനോദ് റായിയെ പോലെ, ഉഷാ തോറോട്ടനെ പോലെ, പ്രകാശ് ബക്ഷിയെ പോലുള്ള വളരെ ഇന്ത്യയിലെ പ്രമുഖരായ സ്ഥാപനങ്ങളിലെ സാമ്പത്തിക വിദഗ്ധരെ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു നേട്ടമാണ്. കാരണം ലോകത്ത് പല സ്ഥാപനങ്ങളും ഇന്ത്യയിലെ തന്നെ പല സ്ഥാപനങ്ങളും വളരെ ആശയോടുകൂടിയാണ് കേരളത്തിൻ്റെ ഈ കിഫ്ബി രൂപീകരണത്തെ കാണുന്നത്. കാരണം പല സംസ്ഥാനങ്ങൾക്കും ഭാവിയിൽ ഒരു മാതൃകയായിട്ടാണ് നമ്മൾ കിഫ്ബിയിലുള്ള ധനസമാഹരണത്തെ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. സഹകരണ മേഖലയിലും നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടായ ചില പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും സഹകരണ മേഖലയെ സമഗ്രമാക്കി 2 തലത്തിലാക്കുവാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് സാമ്പത്തിക അച്ചടക്കം പാലിക്കുക. ഇവിടെ റവന്യൂ ചെലവ് കൂടുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് കുറയ്ക്കണം. നമ്മൾ എന്ത് ലക്ഷ്യം വെച്ചു ഈ പറഞ്ഞ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് എന്ന് പറയുന്നത് എല്ലാ മേഖലയിലും നടത്തുവാനുള്ള ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം. കാരണം പണം കുറേ ബഡ്ജറ്റ് ചിലവാക്കുന്നു, അത് എത്ര ഉപയോഗപ്പെടുന്നു എന്ന് അടുത്ത ബഡ്ജറ്റിൽ റിവ്യൂ ചെയ്യുന്നതിന് മുമ്പ് തന്നെ കാലികമായി ധനകാര്യ വകുപ്പൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ കുറവുകളും കുറ്റങ്ങളും കണ്ടു പരിഹരിക്കാം. പിന്നെ ഒരു പ്രധാന കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ സംബന്ധിച്ചാണ്. ലോക്കൽ സെൽഫ് ഗവൺമെൻറ് കാര്യത്തിൽ ഈ സാക്ഷരതാ യജ്ഞം പോലെ ഈ 6 മിഷനുകളും ജനകീയാസൂത്രണം 2ാം ഘട്ടവും ജനപങ്കാളിത്തത്തോടെ വികസിപ്പിക്കാനുള്ള വലിയൊരു സാഹചര്യം നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ അതിനുള്ളൊരു എല്ലാ പ്രതിപക്ഷവും ഭരണപക്ഷവും എല്ലാവരും ചേർന്ന് ബഹുജന പ്രസ്ഥാനമായി ഈ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ ചില കാര്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ആരോഗ്യ മേഖലയിൽ ചില കാര്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്, കുടുംബശ്രീയുടെ കാര്യത്തിൽ, സാംസ്കാരിക മേഖലയിൽ KSRTCയെ മെച്ചപ്പെടുത്തുന്നതിന് അദ്ദേഹം ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള വലിയൊരു പാക്കേജാണ്. ഒരു പൊതുമേഖലാ സ്ഥാപനം ഇങ്ങനെ പോകരുത് എന്നുള്ളതാണ്. പിന്നെ ശമ്പളം കിട്ടാൻ വേണ്ടിയിട്ട് സെക്രട്ടേറിയറ്റിനിടയിൽ പെൻഷൻ കിട്ടാൻ വേണ്ടി ആളുകൾ കഷ്ടപ്പെടുന്നുണ്ട്. ആർക്കും വിശ്വാസമില്ലാത്തൊരു സ്ഥാപനമായി KSRTC മാറി. എന്നാൽ പ്രൈവറ്റ് ട്രാൻസ്പോർട്ട് മാനേജ്മെന്റിൽ പോലും പൊളിച്ചെടുത്ത് വേണം എന്നൊക്കെ പറഞ്ഞു വളരെ നമ്മളിപ്പോൾ പോസിറ്റീവായി പ്രതിപക്ഷമടക്കം പോസിറ്റീവായി കാണേണ്ട കാര്യമാണ്. വളരെയധികം പോസിറ്റീവായിട്ട് KSRTC അടുത്ത 3 വർഷം കൊണ്ട് കമ്പനികളാക്കി മാറ്റി യഥാർത്ഥത്തിൽ വലിയൊരു ബാധ്യത കൂടിയാണ്. പെൻഷന്റെ 50% സർക്കാർ കൊടുക്കുമെന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. സർക്കാർ പെൻഷന്റെ 50% കൊടുക്കാം. പക്ഷേ ഏതൊരു സ്ഥാപനമായാൽ പോലും നമുക്ക് ലാഭകരമായിട്ടല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ പ്രധാനം സോളാറിന്റെ ചെലവ് വളരെയധികം കുറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ലോകത്ത് സോളാർ എക്യുപ്മെന്റ്സിന്റെ വില വളരെയധികം കുറഞ്ഞിരിക്കും. ചൈന അടക്കം ഒത്തിരി കാര്യങ്ങളിൽ സോളാർ എനർജിയിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ അവിടെയും നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. കാരണം ഇപ്പം വൈദ്യുതിയുടെ കാര്യത്തിൽ ബദലായിട്ട് നമ്മൾ കൊണ്ടുവരുമ്പോൾ കാസർഗോഡ് പദ്ധതി ഉടനെ കമ്മീഷൻ ചെയ്യാൻ പോവുകയാണ്. പക്ഷേ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഇത്രയും പൈസ ചിലവാക്കി, സാമൂഹ്യക്ഷേമ വകുപ്പിന് മേഖലകളിൽ വളരെയധികം ചിലവാക്കി, അതുപോലെ വനിതാക്ഷേമത്തിന് പ്രത്യേക വകുപ്പ് രൂപീകരിച്ച്, അതുപോലെ വനിതാക്ഷേമത്തിനുള്ള ഓഡിറ്റിംഗ് അടക്കമുള്ള കാര്യങ്ങൾ LSTDയിലൊക്കെ ചിലവാക്കുന്നതിനുള്ള ജെൻഡർ ബഡ്ജറ്റിങ്ങിനകം കൊടുക്കുന്നിട്ടുള്ള വളരെയധികം സമതുലിതമായ ഒരു ബഡ്ജറ്റ്. ഈ പറഞ്ഞ സാമ്പത്തിക പ്രയാസങ്ങൾക്കിടയിലും അധിക വിഭവസമാഹരണം കണ്ടെത്തുവാൻ നികുതി ചുമത്താതെ തന്നെ മാർഗം കണ്ടുപിടിച്ചുകൊണ്ട് സമർത്ഥമായി കേരളത്തിൻ്റെ വികസനത്തെ പുരോഗതിയിലേക്ക് നയിക്കുവാനുള്ള ഒരു ബഡ്ജറ്റാണ് ഇതെന്ന് പറയുന്നതിൽ ആരും എതിർക്കും എന്ന് ഞാൻ തിരികെ എത്താം. ശ്രീ ചാക്കുണ്ണി, സ്വാഭാവികമായും വലിയൊരു പ്രതിസന്ധിയിൽ നിന്നൊരു ബജറ്റ് പ്രഖ്യാപിക്കേണ്ടി വരുമ്പോൾ ജനകീയ വിഷയങ്ങളിൽ കൂടുതൽ പ്രാധാന്യം നൽകാതെ, അല്ലെങ്കിൽ അത്തരം വിഷയങ്ങളിൽ ആദ്യം തന്നെ ഒരു കടിഞ്ഞാണിട്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനമായിരിക്കും സ്വാഭാവികമായും എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അതിനും അപ്പുറത്തേക്ക് വിഷയങ്ങൾ കൂടുതൽ ജനകീയമാക്കാൻ വേണ്ടി, അതായത് എല്ലാ ബാധ്യതയും സർക്കാർ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ കൂടുതൽ ജനകീയമാക്കാനൊരു ശ്രമം നടത്തി. ഈ ക്ഷേമ പെൻഷനുകളുടെ കാര്യത്തിലായാലും ആരോഗ്യ മേഖലയിലെ വിഷയങ്ങളായാലും ഒപ്പം സ്കൂളുകളിലെ വിഷയങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ, ഇത്തരം വിഷയങ്ങളിലായാലും ഒക്കെ തന്നെ ഒരു പ്രത്യേക ഊന്നൽ ബജറ്റ് നൽകുന്നുണ്ട്. സ്വാഭാവികമായും ഈ ഒരു ഘട്ടത്തിൽ നോട്ട് നിരോധനം എന്നത് സർക്കാർ വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്നു. എന്നാൽ അവിടെ ജനങ്ങൾ നിൽക്കുന്ന ഒരു പ്രതിസന്ധിയെ മറികടക്കാനായിട്ടുള്ള ഒരു പ്രയോറിറ്റി സർക്കാർ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കാർഷിക മേഖലയിലെയൊക്കെ വിവിധ കാര്യങ്ങൾ അങ്ങനെ തന്നെ വേണം കാണാനെന്ന് കരുതുന്നു. ഇതിനെ എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്, ശ്രീ ചാക്കുണ്ണി?
ഈ ഗവൺമെന്റ് പ്രതിസന്ധിയെ ഒരു അവസരമാക്കാൻ ശ്രമിക്കുക വേണ്ടത്. പ്രതിസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇരിക്കാൻ കഴിയുള്ളൂ. ഇത് കേരളത്തിൽ മാത്രമുള്ള ഒരു പ്രതിസന്ധിയല്ല, ഇന്ത്യ ഒട്ടുക്കുള്ള പ്രതിസന്ധിയാണ്. ഇവിടെ നിർമ്മാണ മേഖല ഇവിടെ സ്തംഭിച്ചിരിക്കുക, റിയലൈസ് സ്തംഭിച്ചിരിക്കുക. ഞാൻ മുഴുവൻ ബഡ്ജറ്റ് ശ്രദ്ധിച്ചിട്ടില്ല. നമ്മുടെ ഇവിടെ സ്റ്റാമ്പ് റവന്യൂ രജിസ്ട്രേഷൻ ഫീസ് കണ്ടമാനം നമുക്ക് വലിയ വരുമാനം ഉണ്ടായിരുന്നു. അത് 6% 8% ഉയർത്തി. അത് 6% തന്നെ പുനഃസ്ഥാപിക്കുമെന്ന പ്രതീക്ഷ അതങ്ങനെ ഉണ്ടായില്ല എന്നുള്ളതാണ് എനിക്കതിൽ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നുന്നത്. ആ സ്റ്റാമ്പ് ഡ്യൂട്ടി കുറച്ചിരുന്നെങ്കിൽ അതിന് വെയിറ്റ് ചെയ്തിട്ട് എത്രയോ പേര് രജിസ്ട്രേഷൻ നടത്താതെ നീട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. ഉടനടി വലിയൊരു എമൗണ്ട് സർക്കാരിലേക്ക് വരുന്നൊരു കാര്യമാണ്. ഇനി ബഡ്ജറ്റ് ചർച്ചയിൽ പ്രതിപക്ഷമോ അല്ലെങ്കിൽ ഭരണപക്ഷമോ ഉന്നയിച്ചിട്ട് ഈ സ്റ്റാമ്പ് ഡ്യൂട്ടിയുടെ കാര്യം 6% ഉയർത്തുകയാണെങ്കിൽ അതിൻ്റെ പ്രകടമായ തെളിവ് ഏതാനും ആഴ്ചകളിലേക്ക് തന്നെ കോടികൾ ഖജനാവിലേക്ക് വരും. അത് ബഹുമാനപ്പെട്ട ധനമന്ത്രി ശ്രദ്ധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ഫണ്ടില്ല എന്നിട്ട് അനിവാര്യം, ഇതിപ്പോൾ ജനങ്ങൾക്ക് അനിവാര്യമായ കാര്യങ്ങളാണ് അക്കമിട്ടിട്ട് ഈ ബഡ്ജറ്റ് നിർദ്ദേശങ്ങളുണ്ട്. അത് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ട ബാധ്യത ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് അത് പത്രിക മാതിരിയാവരുത്. ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച അതിൻ്റെ ഫോളോ അപ്പ് നേരത്തെ പറഞ്ഞ മാതിരി ഇടയ്ക്കിടയ്ക്ക് റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കണം. ഇതിൽ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് കുറേ കാലതാമസം വരുന്നുണ്ട്. നമ്മൾ കാലം മാറി ഒരുപാട് ആധുനിക സംവിധാനം വന്നു. ഇതൊന്നും ജനങ്ങൾക്ക് അനുഭവപ്പെടുന്നില്ല പല കാര്യങ്ങളിലും. ഈ കാര്യത്തിൽ അച്ചടക്കത്തോട് കൂട്ടിയിട്ട് കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണം. പിന്നെ മറ്റൊരു കാര്യം, ഈ കിഫ്ബിയിലുള്ള വിശ്വാസ്യത പ്രവാസികളോടൊപ്പം ഇവിടുത്തെ ജനങ്ങളിൽ എത്തിക്കണം. അതായത് നാഷണലൈസ് ബാങ്കിൽ 7% പലിശയുള്ളൂ. ആ 7% പലിശ കിഫ്ബി കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ വിശ്വാസ്യത ഉറപ്പുവരുത്തുകയാണെങ്കിൽ ദേശസ്നേഹികളാണെങ്കിൽ രാജ്യസ്നേഹികളാണെങ്കിൽ ഇതിൽ ഡെപ്പോസിറ്റ് ചെയ്യണം, കിഫ്ബിയിൽ ഡെപ്പോസിറ്റ് ചെയ്യണം. അതിലൊരു ഉറപ്പ് കൊടുക്കണം, സർക്കാർ ഗ്യാരണ്ടി കൊടുക്കണം. ജനങ്ങളൊരു വിശ്വാസം വരുത്തി കഴിഞ്ഞ് ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊരുപാട് മുന്നോട്ട് പോകാൻ നമുക്കൊരുപാട് ബുദ്ധിയുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിമാരുണ്ട്, ജനപ്രതിനിധികളുണ്ട്, ഉദ്യോഗസ്ഥരാരും മോശക്കാരല്ല. കുറച്ചും കൂടി സ്പീഡ് കൂട്ടണം ഈ കാര്യത്തിൽ. പണ്ട് കാലത്തൊക്കെ 3 കൊല്ലം 4 കഴിഞ്ഞാൽ ഒരു മറുപടി തരാം സർക്കാരിന്. ഇന്ന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് ഒരു മറുപടി അയച്ചു കഴിഞ്ഞാൽ 24 മണിക്കൂർ കൊണ്ടുള്ള നമുക്കതിന് മറുപടി കിട്ടും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഇപ്പം അടുത്ത കാലത്തായിട്ട് കുറച്ച് ഡിലേ വന്നിട്ടുണ്ട്. ഒരു നിവേദനം സമർപ്പിച്ചാൽ 12 മണിക്കൂറിൽ മറുപടി പലരും ലഭിച്ച രേഖകൾ എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ ഗവൺമെൻറ്റും മുഖ്യമന്ത്രിയും സർക്കാരും പോകുന്ന വേഗതയിലേക്ക് ഉദ്യോഗസ്ഥരെ എത്താൻ നിർബന്ധിക്കണം. മറ്റൊരു കാര്യം, ഈ നികുതി പിരിവ് സൗഹൃദമാണെന്ന് പറഞ്ഞാൽ പോരാ, സൗഹൃദമായിരിക്കണം. അതിനാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ കേരളത്തിലെ വാണിജ്യ ഉദ്യോഗസ്ഥർക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ട്രെയിനിങ് കൊടുക്കണം. അവരെത്ര ഭംഗിയായിട്ടാണ് നികുതി പിരിക്കുന്നത്. ഒരു വിട്ടുവീഴ്ച ഒരു ചെയ്യുന്നില്ല. പെനാൽറ്റി ഈടാക്കുന്നുണ്ട്, പലിശ ഈടാക്കുന്നുണ്ട്, എല്ലാം ഈടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ മടക്കി കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ഈടാക്കുന്നുമില്ല. റീഫണ്ട് സംസ്ഥാന സർക്കാരിൽ നിന്ന് കിട്ടണമെങ്കിൽ നമ്മൾ അടുത്ത തലമുറ കാത്തിരിക്കേണ്ട അവസ്ഥയുള്ളത്. ഇതിലേക്കൊക്കെ ഒരു മാറ്റം വരണം. അതിലാണ് നമ്മൾ നികുതി പിരിക്കൽ സൗഹൃദമായിട്ട് പിരിക്കാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് നടക്കണം. സമീപനങ്ങൾ മാറണം, ഉദ്യോഗസ്ഥ സമീപനം മാറണം. ഒരു മനുഷ്യനെ എങ്ങനെ ബുദ്ധിമുട്ടിക്കാന്നല്ല ചിന്തിക്കേണ്ടത്. മറ്റൊന്ന് ദീർഘപരിച്ചുകൊണ്ട് വ്യവസായം ഉൽപ്പാദന കാര്യത്തിൽ വലിയ മുന്തിയ പരിഗണനയാണ് ചെറുകിട വ്യവസായത്തിന് ബഹുമാനപ്പെട്ട ധനമന്ത്രി കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളും വളരെ ലിബറലാണ്. നമ്മൾ കക്ഷി രാഷ്ട്രീയം പറഞ്ഞിട്ട് ഒരുപാട് ഫണ്ടുകൾ നമ്മൾ വാങ്ങണം. 1216 കോടി ഈ ബഡ്ജറ്റിൽ റെയിൽവേയിലേക്ക് അനുവദിച്ചിട്ടുണ്ട്. നമ്മൾ ഇത് ചിലവാക്കുമോ? കഴിഞ്ഞ ബഡ്ജറ്റിൽ 1014 കോടി അനുവദിച്ചു, 356 കോടി നമുക്ക് ചിലവാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഞാനതിൽ ആരെയും കുറ്റപ്പെടുത്തല്ല. ജനങ്ങളുടെ മനോഭാവം വരണം. വികസനം വരണമെങ്കിൽ ജനങ്ങളുടെ മനോഭാവത്തിൽ മാറ്റം വരണം. നമുക്ക് അടുത്ത ബഡ്ജറ്റ് വരെ എല്ലാവരും കൂടി സഹകരിച്ചിട്ട് ഈ പണിമുടക്കും ബന്ധു ഹർത്താലൊക്കെ ഒന്ന് ഒരു മോറിറ്റോറിയം ചെയ്യുകയാണെങ്കിൽ പോയ ടൂറിസ്റ്റുകളുടെ ഇരട്ടി നമുക്ക് ഇങ്ങോട്ട് ആകർഷിക്കാൻ കഴിയും. അത് അത്തരം കാര്യങ്ങൾ കുറേ കൂടെ ക്രിയാ നടപടി നടക്കണം. ഈ ഗവൺമെൻറ് അത് കഴിയുമെന്ന് തന്നെ പ്രതീക്ഷ എനിക്കുണ്ട്. ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഒരു കക്ഷി രാഷ്ട്രീയമുള്ള ഒരു വ്യക്തിയല്ല ഞാൻ. ഉള്ള കാര്യങ്ങൾ എൻ്റെ അനുഭവത്തിന് ഞാൻ പറയുകയാണ്. അതിന് എല്ലാ ഭാഗത്തും സഹകരണം ഉണ്ടാവും. ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പുവരുന്ന സഹകരണം. പുതിയ നിയമങ്ങൾ ആവശ്യമില്ല, പുതിയ പദ്ധതികളുടെ ആവശ്യമില്ല. കഴിഞ്ഞ ബഡ്ജറ്റുകളിൽ LDF UDF പ്രഖ്യാപിച്ച പദ്ധതികൾ നമ്മൾ പൂർത്തീകരിച്ചാൽ മതി. ഇവിടെ ഒരു മോണോറെയിൽ പറഞ്ഞു, എവിടെ പോയി? അത് ലൈറ്റ് മെട്രോ പറഞ്ഞു, എവിടെ പോയി? ഞാൻ ഒരാളെ കുറ്റപ്പെടുത്തല്ല. സീപ്ലെയിൻ വന്നു. അപ്പം നമ്മൾ ആദ്യം ജനങ്ങളെ ബോധവൽക്കരിച്ച് നടപ്പാക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം അവരെ അടിച്ചേൽപ്പിക്കുമ്പോഴാണ് ഈ എതിർപ്പ് വരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് കണ്ടമാനം കോടികളുടെ നഷ്ടത്തിലായത്. വേണ്ടത്ര ഗതാഗത കാര്യങ്ങളിലൊക്കെ
വളരെ ദീർഘവീക്ഷണ ബഡ്ജറ്റാണ്. ഇതിന് നമ്മൾ എല്ലാവരും കൂടി സഹകരിച്ചിട്ട് മറ്റ് വിവാദങ്ങളും അഭിപ്രായത്തും മാറ്റിയിട്ട് ഇത് വിജയിപ്പിക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ നമുക്ക് വളരെയധികം മുന്നോട്ട് പോകാൻ കഴിയും. നമുക്കിപ്പോൾ പെട്രോൾ വില കൂട്ടി, ഒരുപാട് വില കൂട്ടിയിട്ടുണ്ട്. അതിൽ നമ്മുടെ വിഹിതം വാങ്ങണം. കേന്ദ്ര സർക്കാരിന് നമ്മുടെ അർഹതപ്പെട്ട വിഹിതം വാങ്ങാൻ LDF UDF കക്ഷി രാഷ്ട്രീയ ഒറ്റക്കെട്ടായിട്ട് നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു അറുതി വരുത്താൻ കഴിയും. ജനങ്ങളുടെ ദുരിതങ്ങൾക്ക് ഒരുപാട് അറുതി വരുത്താൻ കഴിയും. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ബഡ്ജറ്റാണ്. അടിവരയുടെ ഞാൻ ഈ അവസരം ഉപയോഗിക്കുക. ഞാൻ തിരികെ എത്താം ശ്രീ ചാക്കുണ്ണി. ശ്രീ ഗിരീഷ് കുമാർ, ഒരു പക്ഷേ സംസാരിച്ച് അവസാനിപ്പിച്ചത് നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതും അതാണ്. അതായത് പല ഘട്ടങ്ങളിലും നമ്മൾക്ക് സംഭവിക്കാറുള്ളത് അതാണ്. ഈ കൃത്യമായ നിരീക്ഷണങ്ങൾ പിന്നീട് ഉണ്ടാകാതെ പോകുന്നു. ഒരുപക്ഷെ വിവിധ വകുപ്പുകളുടെ ഒരു ഏകോപനം ഉണ്ടാകേണ്ടതുണ്ട്, ചർച്ചകൾ ഉണ്ടാകേണ്ടതുണ്ട്. നമ്മൾ മിക്കവാറും ബജറ്റുകളിൽ അങ്ങനെ ഒരു വലിയ പോരായ്മ ഉണ്ടാകാറുമുണ്ട്. പ്രത്യേകിച്ച് എനിക്കൊന്ന് കേന്ദ്ര ബജറ്റുകളെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ അത് ഉണ്ടാകാറുണ്ട്. ഇവിടെ നമുക്ക് മുന്നിൽ വലിയൊരു പ്രതിസന്ധി ഘട്ടം കൂടി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിലൊരു കൂടുതൽ കരുതൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. പ്രത്യേകിച്ച് സമീപകാലത്തായി ജീവനക്കാരുടെ ഇടയിലേക്ക് കൂടി സജീവമായി ചില ഇടപെടലുകൾ സർക്കാർ നടത്തുന്നുണ്ട്. ചില മുന്നറിയിപ്പുകൾ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസമുള്ള ആക്ഷേപത്തിലടക്കമുള്ള കാര്യങ്ങളിൽ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച്, അതായത് ഫയലുകൾ മുന്നോട്ട് പോകുന്നതായാലും അടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് യാതൊരു തടസ്സവുമില്ല എന്ന് മുഖ്യമന്ത്രി കൂടി മറുപടി പറഞ്ഞിരുന്നു. ഇത്തരം കാര്യങ്ങൾ എങ്ങനെയായിരിക്കും, പ്രത്യേകിച്ച് ഈ പ്രതിസന്ധി കൂടി കണക്കിലെടുത്തുകൊണ്ട് എങ്ങനെയായിരിക്കും സർക്കാർ ഇനിയുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുക? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഭരണപരിഷ്കാരത്തെ സംബന്ധിച്ച് കമ്മീഷൻ പ്രവർത്തിക്കുന്നുണ്ട്. ഈ സെക്രട്ടേറിയറ്റ് ഇടിച്ചു പൊളിക്കണം എന്നൊക്കെ പണ്ട് കാലത്ത് ചില ആളുകളൊക്കെ പറയുമായിരുന്നു. കാരണം വെച്ചാൽ നമ്മൾ അതിൻ്റെ ഒരു രീതിശാസ്ത്രമുണ്ട്. അവരാരും കുറ്റപ്പെടുത്തുകയല്ല. ഫയലുകൾ നീങ്ങുന്ന രീതി, അവിടെ വരുന്ന സ്ലോഡും. ഞങ്ങളൊക്കെ ബാങ്കിൽ ജോലി ചെയ്തിട്ടുള്ളതാണ്. ഞങ്ങളൊരു കൊറി ഇടണമെങ്കിൽ ഞങ്ങളൊരാളിനെ സംബന്ധിച്ച് നിങ്ങളുടെ ഫയൽ അയച്ചതിനകത്തൊരു കുഴപ്പമുണ്ടെങ്കിൽ ഉടൻ ഒരു ഇമെയിലാണ്. ഇമെയിൽ രാവിലെ നോക്കുക എന്നുള്ള ഓരോ സ്റ്റാഫിൻ്റെയും ജോലിയാണ്. ഇമെയിൽ നോക്കുക, ഉടനെ റിപ്ലൈ കൊടുക്കുക, അതിൻ്റെ റിപ്ലൈ അങ്ങ് പോകാന്നുള്ളൂ. ഇപ്പോൾ എല്ലായിടത്തും കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റും എല്ലാം ആയി കഴിഞ്ഞു. ഏറ്റവും വലിയൊരു കാര്യം എനിക്കിതിനകത്ത് ചൂണ്ടിക്കാണിക്കാനുള്ള ഈ ബഡ്ജറ്റിൽ ഇൻ്റർനെറ്റ് സൗകര്യം വ്യാപകമായി ലഭ്യമാക്കുവാൻ വലിയൊരു പദ്ധതി. അത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഇപ്പോഴത്തെ ഈ പറഞ്ഞില്ല നോട്ട് നിരോധനത്തിനെ സംബന്ധിച്ചുള്ള നമ്മുടെ വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും IT രംഗത്തേക്ക് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫറിലേക്ക് IT എന്ന് പറഞ്ഞ പോലെ ചില കാര്യങ്ങളിൽ ഇൻഫർമേഷൻ ടെക്നോളജി ഉപയോഗിക്കുന്ന കാര്യത്തിലുണ്ട്. അപ്പോൾ അക്കാര്യത്തിൽ ഭരണപരിഷ്കാരത്തിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഫോൺ ചെയ്ത് പറയില്ല, 1 മാസം 2 മാസം ഇവിടെ നിന്ന് DD ഓഫീസിൽ നിന്ന് DO ഓഫീസിലേക്ക്, DO ഓഫീസിൽ നിന്ന് സ്കൂളിലേക്ക്, അവിടെ നിന്ന് തിരിച്ച് കുറേ വരുമ്പോൾ 4 മാസം കഴിഞ്ഞിട്ടായിരിക്കും നമുക്കൊരു പേപ്പർ. അപ്പോൾ അതിന്റെ പിന്നിൽ ഒരാളിന്റെ ജീവിതമുണ്ട്. ആ ജീവിതമാണ് മുഖ്യമന്ത്രിയും പലപ്പോഴും ചൂണ്ടിക്കാണിച്ചത്. ഉദ്യോഗസ്ഥന്മാരെയൊന്നും കുറ്റപ്പെടുത്തല്ല, ജോലിഭാരമുള്ളവരുണ്ട്, ജോലിഭാരം കുറഞ്ഞവരുണ്ട്. പക്ഷേ ഇതിനെല്ലാം ഒന്ന് വിശകലനം ചെയ്ത് വേഗത്തിൽ എങ്ങനെയാണ് ഫലം, പറഞ്ഞ പോലെ നമ്മുടെ പഴയ സിസ്റ്റം തന്നെ തുടരണം എന്നൊന്നുമില്ല. കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി വന്നു കഴിഞ്ഞാൽ ഒരു ഫയൽ അയക്കുമ്പോൾ ആളിനെ കൂടെ വിളിച്ചതേ ഈ പേപ്പറാണ് കിട്ടാത്തത്, അത് നിങ്ങൾ പെട്ടെന്ന് അയക്കുക എന്നുള്ള രീതിയിലുള്ള ഭരണപരിഷ്കാരം വേണ്ടി വരും. വേറൊരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇപ്പോൾ എല്ലാം ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ വേഗത്തിലാവുകയാണ്. കാരണം കേന്ദ്ര ഗവൺമെന്റ് ടാക്സ് എവേഷൻ വളരെ സീരിയസ് ആയിരിക്കും. എല്ലാവരെയും ടാക്സ് ബെൽറ്റ് കൊണ്ടുവരാൻ പോവാണ്. ഇപ്പം ഞങ്ങൾക്ക് ചെറിയൊരു 5% മാത്രം 5 ലക്ഷത്തിന് താഴെ കുറച്ചു, ബാക്കി ടാക്സ് ഒന്നും കുറച്ചിട്ടില്ല എന്നുള്ളതുപോലെ തന്നെ ഇവിടെയും നമ്മൾ വസ്തു ഇടപാടിനെ സംബന്ധിച്ച് നേരത്തെ ചാക്കുണ്ണി മാഷ് സൂചിപ്പിച്ചതുപോലെ കുറയ്ക്കുമെന്നൊക്കെ ആളുകൾക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, കേരളത്തിലെ ഭൂമി പൊതുസ്വത്താണ്. ഈ ഭൂമി മുഴുവൻ റിയൽ എസ്റ്റേറ്റ് ആക്കി വിറ്റുകൊണ്ട് നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കേരളത്തിൽ ജീവിക്കുന്നതെന്ന് ഓർക്കണം. ഭൂമി എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്യാനുള്ള ഉപകരണമാണ്. നെൽവയലുകളെ വീണ്ടെടുക്കുവാനും കാർഷിക മേഖലയെ പുനരുദ്ധരിക്കുവാനും ഭക്ഷ്യ സ്വയം പര്യാപ്തത ഉണ്ടാക്കാനും പച്ചക്കറി സ്വയം പര്യാപ്തത ഉണ്ടാക്കാനും പാലുൽപാദനം നമുക്ക് വർദ്ധിപ്പിക്കുവാനും ഒക്കെ ഉള്ള ഒട്ടേറെ പദ്ധതികൾ ഇതിനകത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പം അതിന് 6 മിഷനുകളും അതിനോടനുബന്ധം 4 മിഷനുകളും അതിനോടനുബന്ധം. പക്ഷേ ഇതിന് ഏകോപനം വളരെ ഒരു പ്രശ്നമാണ്. പല ഡിപ്പാർട്ട്മെൻറ്റുകളും 4-6 മിഷനുകളുമായി നിൽക്കുമ്പോൾ ഓരോ മിഷൻ്റെയും പരിശീലനം ഓരോ സമയത്ത് നടക്കുക ഇങ്ങനെയല്ല. ഇതിനൊരു സമഗ്രമായ ഒരു ഇൻ്റർലിങ്കിങ് ആൻഡ് ടോട്ടൽ മോണിറ്ററിങ്, മാത്രമല്ല LSGDയുമായി ഇതിനെ ബന്ധിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വളരെ സുതാര്യമായ രീതിയിലുള്ള ജനകീയ പങ്കാളിത്തം ഓരോ സ്റ്റേജിലും കൊണ്ടുവരുവാനുള്ള വലിയൊരു ശ്രമം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് തുടങ്ങിയിട്ടുണ്ട്. അത് പ്ലാനിംഗ് ബോർഡ് അടക്കമുള്ള ഏജൻസി നമ്മുടെ സംവിധാനങ്ങളും കൂടി ഉപയോഗിച്ചുകൊണ്ട് സന്നദ്ധ പ്രവർത്തനത്തിന് നല്ല സ്പേസ് നൽകിക്കൊണ്ട് ഇതിൻ്റെ വിമർശനങ്ങൾ യഥാകാലത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ഗവൺമെൻറ് അവരുടെ പ്രകടന പത്രികയിൽ സൂചിപ്പിച്ചതുപോലെ, അത് പ്രകടന പത്രിക ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കാര്യം, കേരളത്തിൻ്റെ ആവശ്യമാണ്. അത് LDF ആയാലും UDF ആയാലും വേറെ ആര് ഭരിച്ചാലും കേരളത്തിൽ അല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. നിങ്ങൾ എല്ലാ സംസ്ഥാനങ്ങളും എടുത്തു നോക്കുക, ഏറ്റവും വളർച്ചയിൽ പുറകു നിൽക്കുന്ന ഏതാനും സംസ്ഥാനം. കാരണം ഇവിടെ വ്യവസായമില്ല, പ്രത്യേകിച്ച് വളർച്ചാ തോത് കുറവാണ്. പക്ഷേ ഈ വളർച്ചാ തോത് കൂട്ടണമെങ്കിൽ നമുക്ക് ഇവിടെ ഫണ്ട് വരണം. ഫണ്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇനി മറ്റ് തലങ്ങളിലും സ്വകാര്യ മേഖലയിലുള്ള നിക്ഷേപങ്ങളും കൂടി അടുത്തൊരു ഘട്ടത്തിൽ കേരളത്തിലേക്ക് കൂടുതൽ ആകർഷിച്ച്
കേരളത്തിലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വേണ്ടുന്നത് കേരളത്തിൽ വേണ്ടുന്ന പല IT അടക്കം IT യെ മാത്രം ആശ്രയിച്ചുകൊണ്ടിരുന്നപ്പോൾ ട്രംപിന്റെ ചില നയങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മളിപ്പോൾ പ്രതിസന്ധി നേരിടുകയാണ്. ഒരു പഠനം ഞാൻ കണ്ടത് ഇപ്പോൾ ബാങ്കിലൊക്കെയാണ് കൂടുതലാകുന്നത്. SBI ലേലം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി കുറേ നാളത്തേക്ക് SBIയിലേക്കൊന്നും ആളെ എടുക്കാൻ പോകുന്നില്ല. കാരണം കുറേ ശാഖകളൊക്കെ പൂട്ടുന്ന ഒരു തരത്തിലേക്ക് പോവുകയാണ്. അപ്പം അത്തരത്തിലുള്ള കേരളത്തിൽ ഇപ്പോൾ ജോലി കിട്ടുന്ന പല മേഖലയിലും ജോലി കിട്ടാതെ വരുന്ന ഒരു സാഹചര്യം കൊണ്ട് അപ്പോൾ കേരളത്തിൽ വീണ്ടും നമ്മൾ പറയേണ്ടത് ചില അടിസ്ഥാന വ്യവസായങ്ങൾ വന്നേ മതിയാവുകയുള്ളൂ. അതിനുള്ള തുടക്കം കൂടി ആകട്ടെ ഈ ബഡ്ജറ്റ് എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുന്നു. ഈ PH ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആൻഡ് അതർ ആണ് നമ്മൾ ഭിന്നശേഷിക്കാരായിട്ടുള്ളവർക്ക് വളരെ സീരിയസ് ആയിട്ട് കണ്ട് ഗവൺമെൻറ് ഒട്ടേറെ നടപടികൾ ഇക്കാര്യത്തിൽ അതിന് 250 കോടി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനും ഞാൻ ധനകാര്യമന്ത്രിയെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ശ്രീ ചാക്കുണ്ണി, നേരത്തെ സംസാരിച്ചു വന്നതിനൊപ്പം തന്നെ ഒരുപക്ഷെ ചില കാര്യങ്ങൾ പ്രത്യേകിച്ച് ഈ KSRTC വിഷയത്തിലാണെങ്കിൽ തന്നെയും പല കാലങ്ങളായി തന്നെ ഈ ഒരു വിഷയത്തിൽ ചർച്ചകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ KSRTCയുടെ സംരക്ഷണത്തിന് ഇതിനും അപ്പുറത്തേക്ക് മറ്റൊരു ഓപ്ഷൻ സർക്കാരിന്റെ മുന്നിലില്ല. പക്ഷേ എല്ലാ ബാധ്യതയും കൂടി എടുത്തുകൊണ്ടാണ് KSRTCയുടെ വിഷയത്തിൽ അങ്ങനെ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വിഷയത്തിലേക്ക് വന്നാൽ നമുക്കറിയാം ഒരുപക്ഷെ പലപ്പോഴും സർക്കാരിന്റെ നയങ്ങളൊക്കെ തന്നെയാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പലതിൻ്റെയും തകർച്ചയിലേക്ക് വഴിവെച്ചിട്ടുള്ളത്, കാലാകാലങ്ങളായി സംഭവിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ അവിടെയും സർക്കാർ ഒരു കരുതൽ നൽകിയിരിക്കുന്നു. ഇത്തരം വിഷയങ്ങളിലൊക്കെ സർക്കാർ എടുത്തിരിക്കുന്ന ഒരു നിലപാടിനെ എങ്ങനെയാണ് കാണുന്നത് ശ്രീ ചാക്കുണ്ണി? വളരെ പ്രസക്തമായ ചോദ്യം. അത് കുറച്ച് സമയം എനിക്ക് അനുവദിക്കണം. ഇവിടെ ഈ പൊതുമേഖല സ്ഥാപനങ്ങളുടെയൊക്കെ തലപ്പത്തിരിക്കുന്നവർ അതുമായി എത്രത്തോളം ബന്ധപ്പെട്ടവരാണ് നമ്മൾ ചിന്തിക്കണം. ഇവിടെ KSRTC പറ്റിയിട്ട് 40 ഇനങ്ങളടങ്ങിയ ഒരു നിർദ്ദേശം ഞങ്ങളുടെ സംഘടന അന്നത്തെ UDF സർക്കാരിന് സമർപ്പിച്ചിരുന്നു. അതിനൊരു മറുപടി പോലും ലഭിച്ചില്ല. അതിലൊരു കാരണം പറഞ്ഞത്, ഒരു കത്ത്, ഒരു ഡോക്യുമെൻ്റ് നമ്മൾ സ്പീഡ് പോസ്റ്റ് അയക്കണമെങ്കിൽ 39 ഉറുപ്പ്യ വേണം. ഇവിടെ കോഴിക്കോട് നിന്ന് ഒരു ദിവസം 240-300 ഡോക്യുമെന്റ്സ് ഹൈക്കോടതിയിലേക്ക് പോകുന്നുണ്ട്. അതിന് 200-250 ഉറുപ്പ്യാണ് പ്രൈവറ്റ് കൊറിയർ സർവീസ് ഈടാക്കുന്നത്. അതേസമയത്ത് KSRTC ഇവിടെ ഒരു കൊറിയർ സർവീസ് തുടങ്ങിയിട്ടുണ്ട്. അതിൽ കേവലം 25 ഉറുപ്പ്യ കൊടുത്താൽ 50 രൂപ തൂക്കനുസരിച്ച് കൊടുത്താൽ എറണാകുളത്ത് കിട്ടും. 8-10 മണിക്കൂറിൻ്റെ അത് കിട്ടും. ആ നിർദ്ദേശം നടപ്പാക്കിയിട്ടില്ല. കാരണം അതിൻ്റെ കളക്ഷനും ഡെലിവറിയും KSRTCയിലായിരിക്കണം. അതുപോലെ കൊറിയർ സർവീസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. മാർക്കറ്റിംഗ് എന്നൊരു സംഭവമുണ്ട്. ഈ ഒരു ബസ്സിൻ്റെ മുകളിലൊക്കെ പരസ്യം എഴുതാൻ നിന്നാൽ വളരെയധികം പൈസ സ്വരൂപിക്കാൻ പറ്റും. അപ്പോൾ കുറച്ചും കൂടി പ്രൊഫഷണലായിട്ട് നീങ്ങണം. എനിക്ക് ഒരു നിർദ്ദേശം വയ്ക്കാനുള്ളത്, ഞാൻ കുറേ കേന്ദ്ര സർക്കാരിൻ്റെ കമ്മിറ്റിയിൽ പങ്കെടുത്ത പോസ്റ്റ് ഓഫീസിൽ ഉൾപ്പെടെ അവിടെയൊക്കെ ഒരു ഉപദേശക സമിതികളുണ്ട്. ഞങ്ങളാരും അതിൻ്റെ കൺവെയൻസ് വാങ്ങുന്നില്ല, ഒരു ആനുകൂല്യം പറ്റുന്നില്ല, ഒരു ചായ കുടിക്കല്ലാതെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ സപ്ലൈക്കോൻ്റെ മുന്നിൽ തലപ്പത്ത് വരുന്നതാരാ? ഒന്നോരോ IAS ഓഫീസർ അല്ലെങ്കിൽ IPS. അവരെല്ലാ ബഹുമാനത്തോടും കൂടി പറയട്ടെ, ആ ഫീൽഡിൽ എന്താണ് അവർക്കുള്ള പരിചയം. ഇപ്പോൾ കേരള സോപ്പ് ഞാൻ 50 വർഷമായി ബിസിനസ് വന്ന ആളാണ്. ഇന്ത്യയിലെ വെച്ച് ഏറ്റവും നല്ല ഉൽപ്പന്നങ്ങളാണ് അന്നും ഇന്നും കേരള സോപ്പ്. എന്തുകൊണ്ട് മാർക്കറ്റ് ചെയ്യാൻ കഴിയുന്നില്ല? അപ്പോൾ ഇത്തരം ബന്ധപ്പെട്ടവർ ഉൾപ്പെടുത്തിയിട്ട് സ്ഥാനമാനങ്ങളൊക്കെ അവരെടുത്തോട്ടെ, കാര്യങ്ങളൊക്കെ അവരെന്നെ എടുത്തോട്ടെ, ആ കാർ ഉപയോഗിക്കുക, എല്ലാം ചെയ്തോട്ടെ, സ്റ്റാഫിനൊക്കെ വെച്ചോട്ടെ. ഇതിൽ വിദഗ്ധരായ പരിചയമുള്ളവരെ ഒരു അഡ്വൈസറി കമ്മിറ്റി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു 3 മാസം കൂടുമ്പോൾ ഒരു മീറ്റിംഗ് വെച്ച് കഴിഞ്ഞാൽ വളരെ മുന്നോട്ട് പോകാൻ കഴിയും. ഞാൻ റെയിൽവേയുടെ അഡ്വൈസറി കമ്മിറ്റിയിൽ ഉണ്ടായ 2 ടൈം. ഞാൻ എൻ്റെ മഹത്വം പറയാൻ വേണ്ടിയല്ല പറഞ്ഞത്. അതുപോലെ ആദായ നികുതി വകുപ്പിൻ്റെ കമ്മിറ്റി ഉണ്ടായിട്ടുണ്ട്. സെൻട്രൽ ടാക്സിൽ വളരെ സമർത്ഥമായിട്ട് ആ കമ്മിറ്റി നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ടാക്സ് കൊടുക്കുന്നവരെ ആദരിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ വെങ്കല മെഡൽ വാങ്ങിയ ഒരു കുടുംബത്തെ ഞാൻ പറഞ്ഞത്. എൻ്റെ മകൾക്കും എൻ്റെ ഭാര്യയ്ക്കും വെങ്കല മെഡൽ കിട്ടിയ മെഡലിൻ്റെ ക്യാമല്ലത്. അപ്പോൾ നമ്മൾ കുറേ കൂടിയും ബാധ്യത കൂടെ നികുതി ശരിക്കും അടക്കണം എന്നുള്ള അങ്ങനത്തെ യാതൊരു പ്രോത്സാഹനവും ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നില്ല. ഇപ്പോൾ ഉള്ളവരെ തന്നെ രാഷ്ട്രീയക്കാരൊക്കെ തന്നെ ചെയർമാനൊക്കെ ആയിക്കോട്ടെ, അതിൽ ഈ കമ്മിറ്റികൾ ഇതിലുള്ള പരിചയമുള്ള ഓരോ വിഭാഗത്തിൽ വൈദ്യുതിയുള്ളവരെ ഉൾപ്പെടുത്തിയിട്ട് അത് കൈരളിച്ചാൻ്റെ അത്തരം ചർച്ച നടത്തുന്ന അത്തരം കാര്യങ്ങളിൽ ഇവർ സമയക്കുറവുകൊണ്ട് ഞാൻ അതിൽ കിടക്കുന്നില്ല. നമുക്ക് ഒരു കമ്മിറ്റിയും ഉപദേശകരൊക്കെ വേണം. എന്തുകൊണ്ട് നമ്മൾ തമിഴ്നാട്ടിലോ കർണാടകയിലോ KSRTC അങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നത് പഠിക്കുന്നില്ല? ഒരു ബസ്സിന് 9 ജീവനക്കാർ KSRTC ഉള്ളപ്പോൾ 7 ജീവനക്കാരാണ് കർണാടകയിലുള്ളത്. അവിടെ മിനിമം ചാർജ് നിന്ന് 2 രൂപ മുതൽക്ക് 7 രൂപ കൂടിയിട്ടില്ല. ഇവിടെ നമുക്ക് 9-10 ആയിട്ട് നമുക്ക് എടുക്കാൻ കഴിയില്ല. ആദ്യം ജീവനക്കാർക്കൊരു ബോധം വേണം. ഇവിടെ ഈ നഷ്ടത്തിൽ ഓടുന്ന കുറച്ച് ത്യാഗം സഹിക്കാൻ അവരും തയ്യാറാണ്. അതിലിടയ്ക്ക് പണിമുടക്ക് നടക്കുക. നാണക്കേടായില്ലേ ശബരിമലയിലെ സംഭവം ഉണ്ടായതൊക്കെ. ഇക്കാര്യങ്ങളിലൊക്കെ
കുറങ്ങൂണി അതിലെ ജീവനക്കാർക്കാണ്. ഈ സ്ഥാപനം ഉണ്ടെങ്കിലേ നമ്മളുള്ളൂ, നമ്മളുണ്ടെങ്കിലേ ശമ്പളമുള്ളൂ, ശമ്പളമുള്ള പെൻഷൻ ഉള്ളത് നമ്മൾ മനസ്സിലാക്കണം. പല കാര്യങ്ങളും നമ്മൾ കേന്ദ്ര സർക്കാരിന്, അത് BJP സർക്കാരിൻ്റെയോ UDF സർക്കാരിൻ്റെയോ അല്ല, കേന്ദ്ര സർക്കാരിൻ്റെ നടപടിക്രമങ്ങൾ നമ്മൾ പാലിക്കാൻ തയ്യാറാവണം. ജനങ്ങൾക്ക് പ്രചോദനം കൊടുക്കണം. നല്ല രീതിയിൽ ടാക്സ് കൊടുക്കുന്നവരെ അഭിനന്ദിക്കണം. സെൻട്രൽ എക്സസ് ഡേ എന്നൊരു ദിവസമുണ്ട്. ആ ദിവസം അതാത് ആൾക്കാരെ വിളിച്ചിട്ട് ആ നികുതി കൊടുത്തതിൻ്റെ കണക്കനുസരിച്ച് അവരെ ഉപഹാരം കൊടുത്ത് ആദരിക്കും. അപ്പോൾ അവർ കൂടുതൽ കമ്മിറ്റഡ് ആവുക സർക്കാരായിട്ട് സഹകരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലുള്ള സമ്പ്രദായങ്ങൾ അതേപോലെ നമുക്ക് നടപ്പാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നമുക്ക് അതുപോലെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യണം. ഏറ്റവും നല്ല KSRTC ഡ്രൈവറെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. ജീവനക്കാർക്ക് അതിനനുസരിച്ചുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കണം. ചർച്ചകൾ നടക്കണം. ഇത്തരം നിർദ്ദേശങ്ങൾ ഏത് ഭാഗത്ത് വന്നാലും സ്വീകരിക്കണം. KSRTC എന്നും ബഹുമാനപ്പെട്ട ധനമന്ത്രി പ്രതീക്ഷ മാതിരി നമുക്ക് നന്നാക്കി എടുക്കാൻ കഴിയും. ഇത്രയും നല്ല നമ്മൾ കുറ്റങ്ങളെ പറഞ്ഞുള്ളൂ. KSRTC ഇല്ലെങ്കിലത്തെ സ്ഥിതി എന്താ? KSRTC വേണമെന്നുള്ളത് ഇന്ന് ജനങ്ങളുടെ ആവശ്യമാണ്. ഇറ്റ് ഈസ് എ മസ്റ്റ്. കാരണം ഒരു പ്രൈവറ്റ് ക്ലീനർ തള്ളി അല്ലെങ്കിൽ ക്ലീനർ ഒരു പോലീസ് പണി മുടക്കിയാൽ ആകെ ആശ്രയമുള്ള KSRTCയാണ്. അപ്പോൾ KSRTC നിലനിൽക്കേണ്ടത് സർക്കാരിൻ്റെയോ അതിൽ ജീവനക്കാരുടെ ആവശ്യമില്ല, അതിലൂടെ ജനങ്ങളുടെ ആവശ്യമാണ് KSRTC. എപ്പോഴും ഒരു പാരലൽ സമ്പ്രദായം നമുക്ക് ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. വളരെ നല്ല സേവനം നടത്തുന്നുണ്ട്. ഞാനത് പണ്ട് ഗണേഷ് കുമാറിൻ്റെ അത് ഒരുപാട് മാറ്റങ്ങൾ വരുത്തല്ലോ ഈ KSRTCയിൽ. അതുപോലെ ഓരോ വകുപ്പിൽ എടുത്തു കഴിഞ്ഞാലും ഒറ്റക്കെട്ടായിട്ട് തിന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അതിന് ദീർഘവീക്ഷണമുള്ള ഒരു മുഖ്യമന്ത്രിയും സർക്കാർ തന്നെയുള്ളത്. മുമ്പുള്ളവരെല്ലാവരും അതിൻ്റെ സർക്കാർ യോഗ്യരാണ്. പക്ഷെ ഇതൊന്ന് ഉൾക്കൊള്ളാൻ ഒരു തയ്യാറായി കഴിഞ്ഞാൽ, ഹോംവർക്ക് ചെയ്താൽ കേരളം നമുക്ക് സുന്ദരമാക്കാൻ കഴിയും. ടൂറിസത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പോയൊരു വ്യക്തിയാണ് ഞാൻ. നമ്മളത് ഒരു കാര്യം വരുന്നതിന് മുമ്പ് ജനങ്ങളെ ബോധവൽക്കരിക്കണം. നമുക്ക് സീ പ്ലെയിനിവിടെ പരീക്ഷണം നടത്താൻ പോലും കഴിഞ്ഞില്ല. എന്തുകൊണ്ട് കഴിഞ്ഞില്ല? ഇത്രയും പൈസ ചിലവാക്കിയിട്ട് നമ്മൾ മോണോറെയിൽ നിന്നൊരു പദ്ധതി കൊണ്ടുവന്നു. 20 കോടി അവർ തന്നെ പറഞ്ഞ് ചിലവാക്കിയെന്ന്. ഇപ്പോൾ അത് പറഞ്ഞ ലൈറ്റ് മെട്രോ ആണെന്നാണ്. നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യണം നമ്മുടെ ആവശ്യങ്ങൾ. കേരളത്തിൻ്റെ ആവശ്യങ്ങൾ എന്താ? പ്രയോറിറ്റൈസ് ചെയ്യണം. ഇവിടെ IT മേഖല വന്നു. IT മേഖല വന്നെങ്കിൽ ഫ്ലൈറ്റ് കണക്ടിവിറ്റി ഉണ്ടോ? IT മേഖല ഇവിടെ വിചാരിക്കുന്ന ഫ്ലൈറ്റ് കണക്ടിവിറ്റി വേണം. ഒന്നാമത് ഗതാഗതം വലിയൊരു പ്രധാന കാര്യമാണ്. ഗതാഗത കുരുക്കുണ്ട്. നമ്മളിവിടെ പൊതുഗതാഗതം വർദ്ധിപ്പിക്കണം. സർക്കുലർ ബസ് ഇടുന്നുണ്ടോ? അതായത് ഗോവയിലെ 2 വീലർ ടാക്സിക്ക് വരെ അനുമതി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഷെയർ ഓട്ടൊന്നും സമ്പ്രദായം വന്നിട്ടുണ്ടോ? വളരെ നന്ദി ചാക്കുണ്ണി. ഒപ്പം തന്നെ ശ്രീ ഗിരീഷ് കുമാർ ഈ അവസരത്തിൽ ഞങ്ങളുടെ ചർച്ചയിൽ പങ്കുചേർന്ന് സംസാരിച്ചതിന് വളരെ നന്ദി.